ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു പാൻ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻ കേക്ക്. അതിന് വേണ്ടി 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞക്കരു എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. 2 മുട്ടയുടെ വെള്ളയും 2 മുട്ടയുടെ മഞ്ഞക്കരു. അത് മഞ്ഞക്കരു ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേ. വെള്ളം ഇതിനകത്ത് ഇടണേ. ഇതിലോട്ട് ഈ മുട്ടയിലോട്ടില്ലേ ഈ മഞ്ഞക്കരുവിലോട്ട് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കേ. ഇതിനകത്ത് 3 ടീസ്പൂൺ മൈദ മാവേ അതെടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കേ. മാവിൻ്റെയൊക്കെ കട്ടയൊന്നും കെട്ടാതെ അതെല്ലാം മാറി നല്ല മിക്സാക്കി എടുക്കേ. മതിയേ. ഇനി ഈ വെള്ളം എടുത്ത് വെച്ചേക്കുന്നില്ലേ, ഇതോടെ ഇരിക്കട്ടെ. മുട്ടയുടെ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പതപ്പിച്ചെടുക്കേ. ഇനി ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ചെറിയ സ്പീഡിലായിട്ടേക്കുന്നേ. നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കേ. ഓക്കെ, നമ്മളെ മുട്ടയെല്ലാം നല്ല പഞ്ഞിക്കട്ട പോലായേ, കണ്ടോ? ഇനി ഇത് ചെയ്യുന്ന ഒരു സ്പാച്ചില എടുത്തിട്ട് നോക്കിയാൽ നല്ല ക്രീം വരുവേ.
എന്നിട്ട് ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല മിക്സാക്കി ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ല അങ്ങ് ഭയങ്കരമായിട്ടൊന്നും ആക്കരുത്. ഇത് ഇതായിട്ട് സ്പീഡ് കുറച്ച് നല്ല കൈവച്ച് പതുക്കെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലഫി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ് ഇത്. ഈസിയാണ് പണി. ഇനി ഇതിനകത്തൊരു നുള്ളുപ്പേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കേ. പാത്രം ചൂടായി. ഇന്ന് ഇത് നമ്മൾ ഫ്ലെയിമിൽ സിമ്മിൽ വെച്ചേക്കണം. ഫുൾ ടൈം കൂട്ടുകയേ ചെയ്യരുത്. ഇതിനകത്ത് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ, ഇതിൻ്റെ എണ്ണ ബാക്കി മാറ്റേ. ഇനി ഇതിലോട്ട് ഈ കൂട്ടിന്ന് ഇപ്പം എനിക്ക് ചെറിയ തവയാണ് വെച്ചേക്കുന്നേ. വലിയ തവയുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിരുന്നാൽ 2, 3, 4 ഒക്കെ ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതിലോട്ട് ഒരു തുള്ളി വെള്ളം, ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ചെറിയ തീ കിടന്നാണ് വേണ്ടത്. നമുക്ക് വേറൊരു തവ എടുത്ത് വെച്ചിട്ടുണ്ടേ, അതിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓണാക്കാം. കല്ല് ചൂടാവട്ടെ. നോക്കേ. തീരെ കുറഞ്ഞ കിടന്നത്, സിമ്മിലാണ് കിടന്നത്. ഇനി ഇതൊന്ന് ഓരോ തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു
3-4 മിനിറ്റ് ഇട്ടേക്കേ. ഇനി ഞാൻ തീരെ കുറച്ച് സിമ്മിലാക്കി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു 3-4 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മൾ ആദ്യം ഒഴിച്ച പാൻ കേക്ക് എടുക്കാം. നല്ല സോഫ്റ്റ്, നല്ല മണവുമുണ്ടേ. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അതുകൊണ്ട് 2 മുട്ടയും 2 ടേബിൾ സ്പൂൺ മാവും പിന്നെ 2-3 ടീസ്പൂൺ പാലും ഒക്കെ ഒഴിച്ചുണ്ടാക്കിയത് 6 എണ്ണം ഉണ്ടാക്കി. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ സെയിം ടൈം ഇതേപോലെ തന്നെ ഇതിരിക്കട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ പാൻ കേക്ക് എടുക്കാൻ നോക്കാം. ഇതുപോലെ രണ്ട് ഡ്രോപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കവർ ചെയ്ത് വെക്കാം. ഒരു 2 മിനിറ്റ് വെച്ച്, 3 മിനിറ്റ് ഇരിക്കണം. ഇതേ തീ കൂട്ടുകയേ ചെയ്യരുത്, ഒരേപോലെ ആയിരിക്കണം തീ. നമ്മുടെ ഈ പാൻ കേക്കും തിരിച്ചേ. രണ്ടോട് ഒട്ടിപ്പോയി. ഈ അടുപ്പിന് സിമ്മിലാക്കിയാലും ഇച്ചിരി തീ കൂടുതലേ. നമ്മൾ രണ്ടാമത് ഒഴിച്ച പാൻ കേക്കും റെഡിയായേ, എടുക്കാം. ഇനി ഇതൊരു മിനിറ്റ് കൂടി ഇരിക്കട്ടെ. നമ്മുടെ ലാസ്റ്റത്തെ പാൻ കേക്കും എടുക്കാം. ഗ്യാസ് ഓഫാക്കാം. ഓക്കെ, കണ്ടില്ലേ നമ്മുടെ പാൻ കേക്കൊക്കെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്കാണ്. നല്ല രസമായിട്ട് കഴിക്കാനും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നോമ്പ് കാലമൊക്കെ അല്ലേ, അപ്പോൾ നോമ്പ് തുറക്കൊക്കെ പറ്റിയ ഒരു പാൻ കേക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ പറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഇത് നമുക്ക് ഇതിൻ്റെ പുറത്ത് പഞ്ചസാര പൊടിയില്ലേ, പഞ്ചസാര പൊടിച്ചത് ഇതിൻ്റെ പുറത്തോട്ടിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ടേ ചോക്ലേറ്റ്, അത് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നോക്കിയേ, നല്ല സോഫ്റ്റായിട്ടുള്ള പാൻ കേക്ക് ചോക്ലേറ്റുമായിട്ട് കഴിക്കാം. അത്ര ടേസ്റ്റാണിത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.